വിശുദ്ധ യൗസേപ്പ് പിതാവിനോടുള്ള സമർപ്പണം. 32-ാം ദിവസം. കുടിയേറ്റക്കാരുടെ ആശ്വാസമായ യൗസേപ്പ്. ദൈവവചനം. പരദേശിയെ സ്നേഹിക്കുക. ഈജിപ്തിൽ നിങ്ങൾ പരദേശികളായിരുന്നല്ലോ. ധ്യാനം. ഭയന്നോടുന്ന അഭയാർത്ഥികളെ പോലെയാണ് തിരുക്കുടുംബം ഈജിപ്തിലേക്ക് ഓടി രക്ഷപ്പെട്ടത്. കുടിയേറ്റത്തിൻ്റെ കാരണങ്ങൾ പലതാണ്. എന്നാൽ യുദ്ധം, ദാരിദ്ര്യം, വിദ്വേഷം, പീഡനം എന്നീ കാരണങ്ങളാൽ കുടിയേറുന്നതും അന്യദേശത്ത് പരദേശിയായി ജീവിക്കേണ്ടി വരുന്നതും ഭീകരമായ അവസ്ഥയല്ലേ? സ്വന്തം നാട്ടിലേക്ക് മടങ്ങാനും പ്രിയമുള്ളവരെ കണ്ടുമുട്ടാനും കൊതിച്ച് ദിവസങ്ങൾ തള്ളിമാറ്റും. നിങ്ങൾ എന്തിന് ഇവിടെ വന്നു? ഇവിടെ എന്ത് ചെയ്യാനാണ് ഭാവം? നീ തീർച്ചയായും ഒരു കുറ്റവാളിയായിരിക്കും. അതുകൊണ്ട് നാട് വിട്ട് ഓടിയതായിരിക്കണം. ഇങ്ങനെ തുടങ്ങുന്ന എത്രയെത്ര ജനകീയ വിചാരണകൾ ദിനംപ്രതി അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ടാകും ജോസഫിന്. ഹെറോദോസിൻ്റെ വാളിനേക്കാൾ മൂർച്ചയുള്ള വാക്കുകൾക്കിടയിലും യൗസേപ്പ് തിരുക്കുടുംബത്തെ ചേർത്ത് പിടിച്ചു. അപരിചിതമായ നാട്ടിൽ ജീവിക്കേണ്ടി വരിക, പരിചിതമല്ലാത്ത സംസ്കാരത്തിൽ മക്കളെ വളർത്തുക, വിശ്വാസം കാത്തു സൂക്ഷിച്ച് മുന്നേറുക, വരുമാന മാർഗങ്ങൾ കണ്ടെത്തുക, ഇങ്ങനെ നിരവധി ദുർഘടപാതയിലൂടെ ഒരു കുടുംബം യാത്ര ചെയ്യേണ്ടി വരുന്നു. ഭയവും ഉത്കണ്ഠയും മറ്റു മാനുഷിക പരിമിതികളും നിരന്തരം വേട്ടയാടുന്നു. എന്നാൽ ഇതിനിടയിലും ദൈവസുതൻ്റെയും പരിശുദ്ധ മറിയത്തിൻ്റെയും സാന്നിധ്യം യൗസേപ്പിന് ബലമേകി. ഈ പരദേശവാസത്തിൻ്റെ ക്ലേശങ്ങൾക്കപ്പുറത്ത് ദൈവം കാത്തുനിൽപ്പുണ്ട് എന്ന ഉറപ്പ് ആരെയും ശക്തിപ്പെടുത്തുന്നതല്ലേ? ഏതെങ്കിലുമൊക്കെ നല്ല ശമരിയാക്കാർ തിരുക്കുടുംബത്തെ സ്വീകരിച്ചിട്ടുണ്ടാകും. ദേശമോ ഭാഷയോ ജാതിയോ നിറമോ ഒന്നും ചോദിക്കാതെ അവരെ പോറ്റാനും ഉണ്ണിയെ ശുശ്രൂഷിക്കാനും ഭാഗ്യം ലഭിച്ചവർ ആരായിരിക്കും? ഓ രക്ഷകനായ യേശുവേ, ഈജിപ്തിലെ നിന്റെ മാസമാണോ നാളുകൾക്ക് ശേഷം നല്ല സമരിയാക്കാരൻ്റെ ഉപമ പറയാൻ നിന്നെ പ്രേരിപ്പിച്ചത്? പരദേശിയായ ധൂർത്തപുത്രന് പന്നികളെ മേയ്ക്കുവാനുള്ള ജോലിയെങ്കിലും ലഭിച്ചു എന്ന് നീ പ്രത്യേകം പറഞ്ഞു. ആരെയും മാറ്റി നിർത്താതെ സ്വീകരിക്കാൻ നീ പറഞ്ഞതോർക്കുന്നു. പരദേശിയെ സ്വീകരിക്കാൻ ഉപദേശിച്ചത് അവിടുന്ന് തന്നെയാണല്ലോ. ഉപന്തിനായ യൗസേപ്പേ, ഞങ്ങളിന്ന് കണ്ടുമുട്ടുന്ന പലരും ഞങ്ങൾക്ക് അപരിചിതരാണ്. അവരോടൊപ്പം ജീവിക്കാനും അവർക്ക് രക്ഷകൻ്റെ വചനം പകർന്നു നൽകുവാനും ഞങ്ങൾക്കേറെ ധൈര്യവും കരുത്തും ആവശ്യമുണ്ട്. ദൈവാരാധനയില്ലാത്ത ഈജിപ്തിൽ ദൈവസുതനുമായി നീ സഞ്ചരിച്ചപ്പോൾ ഒരു ദിവികാരുണ്യ പ്രദക്ഷിണം തന്നെയാണല്ലോ നടത്തിയത്. തീർച്ചയായും അത് ആ ദേശത്തെ തിന്മയെ നശിപ്പിക്കാനും മനുഷ്യരെ വിശുദ്ധീകരിക്കാനും കാരണമായിട്ടുണ്ടാകും. ഏറ്റവും പ്രിയമുള്ള പിതാവേ, അനുദിനം സ്വീകരിക്കുന്ന വിശുദ്ധ കുർബാനയുമായി ഞങ്ങൾ യാത്രയാകുമ്പോൾ ഞങ്ങളും ദിവികാരുണ്യ പ്രദക്ഷിണമാണല്ലോ നടത്തുന്നത്. ഞങ്ങളുടെ ദേശങ്ങളെ പരിശുദ്ധമാക്കണമേ. അനാഥർക്കു പിതാവും വിധവകൾക്ക് സംരക്ഷകനുമായ ദൈവത്തെ കാണിച്ചു കൊടുക്കാൻ അനുവദിക്കണമേ. ഈ ഭൂമിയിൽ നാമെല്ലാം പരദേശികളാണല്ലോ. സ്വർഗഗേഹം പുൽകുന്നതുവരെ മർത്യർ വാഴുന്ന ഈ മണ്ണിൽ നാം അന്യരും പരദേശികളുമാണ്. നിത്യജീവനെക്കുറിച്ചുള്ള ചിന്ത ദുരിതഭൂമിയിൽ ക്ലേശങ്ങളെ ധീരമായി നേരിടുവാൻ നമ്മെ അനുവദിക്കുന്നു. പ്രാർത്ഥന. ധീരനും മഹാത്മാവുമായ വിശുദ്ധ യൗസേപ്പേ, പരദേശികളെ സ്നേഹത്തോടെ ഉൾക്കൊള്ളാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഞങ്ങളും പരദേശികളാണ് എന്ന് ഓർമ്മിപ്പിക്കണമേ. ആമേൻ.